ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നോക്കുന്നത് നമുക്ക് എങ്ങനെ ഡിസ്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പം നമുക്കിവിടെ സി ഡി എന്ന് പറഞ്ഞ 2 ഡ്രൈവ് കാണാം. ഇപ്പം എനിക്കൊരു ഈ ഡ്രൈവും കൂടെ വേണം. സെപ്പറേറ്റ് ഒരു പേഴ്സണൽ ഡാറ്റ അല്ലെങ്കിൽ നമുക്ക് ഓഫീസ് ഡാറ്റ കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് എങ്ങനെ ഒരു ഈ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പം അതിനു വേണ്ടി നമുക്ക് വിൻഡോസ് 6 എടുത്ത് നിങ്ങൾക്ക് പ്രസ് ചെയ്യാം. വിൻഡോസ്+R ഡിസ്ക് മാനേജ്മെൻറ്റ് .msc എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാം. ഡിസ്ക് mgmt.msc. ഓക്കെ, ഡിസ്ക് mgmt.msc എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഡിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പാട്ട് കാണാൻ പറ്റും. ഓക്കെ, ഈ പാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, നമുക്ക് ഏത് ഡ്രൈവ് ആണോ എക്സ്പാൻഡ് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമുക്കിവിടെ CUD, ഇപ്പം ഞാൻ ഡി എന്ന് പറയുന്ന ഡ്രൈവ് എനിക്കിവിടെ കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാം യൂസർ സ്പേസ്, ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. യൂസർ സ്പേസ് 78 GB, ഫ്രീ സ്പേസ് 67 GB ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ ഒരു ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി ഞാനൊരു 30 GB ആക്കി ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 30 GB ഞാൻ ഈ ഡ്രൈവിനും കൊടുക്കുന്നു, 30 GB ഞാൻ ഈ ഡ്രൈവിനും കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡിസ്ക് മാനേജ്മെൻറ്റിൽ വന്നതിന് ശേഷം ഡിസ്ക് മാനേജ്മെൻറ്റിൽ വരാൻ വേണ്ടി നമ്മൾ വിൻഡോസ്+R പ്രസ് ചെയ്ത് ഡിസ്ക് മാനേജ്മെൻറ്റ് .msc എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ ഏത് ഡ്രൈവാണോ വേണ്ടത് ആ ഡ്രൈവിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഷ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഷ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മളെ ടോട്ടൽ സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എത്ര ഷ്രിങ്ക് ചെയ്യണമെങ്കിൽ അത് കൊടുക്കുക. ഇവിടെ ഷ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ്. അപ്പോൾ ഞാനിവിടെ എത്ര കൊടുത്തിട്ടുണ്ട്, 30 GB എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് KB-യിലാണ് കാൽക്കുലേഷൻ വരുന്നത്, MB-യിലാണ് കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ 3000 MB പറഞ്ഞു കഴിഞ്ഞാൽ 3 GB വരും. അപ്പോൾ 30,000 പറഞ്ഞു കഴിഞ്ഞാൽ 30 GB വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഷ്രിങ്ക് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡി ഡ്രൈവ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഒരു ഇ ഡ്രൈവ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കാണാൻ പറ്റുന്നില്ല. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം ഇവിടെ ക്രിയേറ്റ് ആയിട്ടില്ല. ഇവിടെ ആകെ നമുക്ക് കാണുന്നത് ഇപ്പോൾ ഇവിടെ പ്രോപ്പർട്ടീസ് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുക, നമുക്കിവിടെ ടോട്ടൽ 78 GB ഉണ്ട്, 38 GB ഫ്രീ സ്പേസ് ഉണ്ട്. മുമ്പ് നമുക്ക് 68 GB ഉണ്ടായിരുന്നു, ഇപ്പോൾ നമുക്ക് 38 GB കാണുന്നുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഒരു കളർ മാറിയിട്ട് കാണും. ഡിസ്ക് മാനേജ്മെൻറ്റിൽ ഒരു കളർ മാറിയിട്ട് കാണും. ബ്ലാക്ക് കളറിൽ ഇപ്പോൾ ഉള്ളത്, വേറുള്ളതൊക്കെ ബ്ലൂ കളറിലുള്ള. അപ്പോൾ ഇത് അൺഅലോക്കേറ്റഡ് സ്പേസ് ആണ് ഇപ്പോൾ ഉള്ളത്. അത് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ വന്നതിന് ശേഷം നമ്മളിവിടെ ന്യൂ സിമ്പിൾ വോളിയം എന്ന് പറഞ്ഞ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. അതിൽ ഡ്രൈവിന് ഒരു ലെറ്റർ കൊടുക്കണം. നമ്മളിവിടെ ഡ്രൈവിന് ഇ എന്ന് പറഞ്ഞൊരു ലെറ്റർ കൊടുക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള ലെറ്റർ കൊടുക്കാം. ഞാൻ ഇ എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. ഇതിൽ ഫയൽ സിസ്റ്റം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് NTFS തന്നെ ബൈ ഡിഫോൾട്ട് കൊടുത്താൽ മതി. ഫാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫാറ്റ് വേണ്ട. FAT32 ഓൾഡ് ഫയൽ സിസ്റ്റമാണ്, NTFS ആണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഡ്രൈവിന് ലേബിൾ നെയിം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിവിടെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇ എന്ന് പറഞ്ഞ ന്യൂ വോളിയം എന്നാണ് ബൈ ഡിഫോൾട്ട് ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ മാറ്റിയിട്ട് കൊടുക്കാം. ഞാൻ ബൈ ഡിഫോൾട്ട് ഉള്ളത് തന്നെ കൊടുക്കുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ EOF അല്ലെങ്കിൽ നിങ്ങളെ പേരോ പേഴ്സണൽ ഓഫീസ് എന്ത് വേണമെങ്കിലും കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ MyPC എടുത്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ MyPC എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇ എന്ന് പറഞ്ഞതും ഡി എന്ന് പറയുന്ന 2 ഡ്രൈവുകൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡിയും ഈ ഡ്രൈവ് എന്ന് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇത് ബാക്കിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് എന്ത് വേണ്ട, ഇ എന്ന് പറയുന്ന ഡ്രൈവ് വേണ്ട. ഓക്കെ, ഈ ഡ്രൈവ് എന്ന് പറഞ്ഞ ഡ്രൈവ് വേണ്ട. അപ്പം നമുക്ക് അത് എന്ത് ചെയ്യണം, ഡി ഡ്രൈവുമായിട്ട് തന്നെ പഴയതുപോലെ തന്നെ സിങ്ക് ആക്കണം. 60 GB ഫ്രീ സ്പേസ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനാദ്യം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക. ഈ ഡ്രൈവ് ഡിലീറ്റ് വോളിയം എന്ന് പറഞ്ഞ് കാണാം. ഈ വോളിയം ഡിലീറ്റ് കൊടുക്കുമ്പോൾ പഴയ ഡാറ്റ ഇതിൽ എന്തുള്ളത് അതൊക്കെ പോകും. അപ്പോൾ അതിന് മുമ്പ് ബാക്കപ്പ് എടുക്കണം. അപ്പോൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ബ്ലാക്ക് കളർ വരും. അതിനുശേഷം നമ്മളിവിടെ എന്ത് കൊടുക്കുക, എക്സ്റ്റെൻഡ് വോളിയം എന്നുള്ളത് പറഞ്ഞ് കൊടുക്കുക. 2 ഓപ്ഷൻ ഉണ്ട്. ഷ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യാനും, എക്സ്റ്റെൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു
ലൈക്ക് ഒഴിവാക്കിയിട്ട് ഒറ്റ ഡ്രൈവ് ആക്കി കൊണ്ടുവരാനും പറ്റും എക്സ്റ്റെൻഡ് വോളിയം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഡി ഡ്രൈവിലാണ് ഞാൻ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇവിടെ എക്സ്റ്റെൻഡ് വോളിയം എന്ന് പറഞ്ഞു കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട് സ്പേസ് എത്ര വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റയർ ഈ ഡ്രൈവിനെ ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് 30 GB. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇവിടെ കാണാം ആ ഡ്രൈവ് ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പഴയ പോലെ എന്തായിട്ടുണ്ട്, ഡി ഡ്രൈവ് മാത്രമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. 67 GB ഫ്രീ സ്പേസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും 78 GB യൂസർ സ്പേസിൽ ഫ്രീ സ്പേസ് 67 GB ഉണ്ട്. നേരത്തെ മുമ്പ് ഉണ്ടായിരുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്കാൻ പറ്റും. അപ്പോൾ ഷ്രിങ്ക് എന്താണ്, എക്സ്റ്റെൻഡ് വോളിയം എന്താണ്, അത് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള മനസ്സിലായെന്ന് വിചാരിക്കുന്നു.